നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളെ ഭാരതത്തിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കാൻ ഭാരത സർക്കാർ 2014 തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. 25 സെപ്റ്റംബർ 2014 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയത്. 2015 ആയതോടുകൂടി ഇന്ത്യയിലുണ്ടായ വിദേശ നിക്ഷേപത്തിന്റെ അളവ് $63 ബില്യൺ ഉയരുകയും ചെയ്തു. അമേരിക്കയെയും ചൈനയെയും മറികടന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. അങ്ങനെ ഇതാ ലോകശ്രദ്ധ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ മാതൃക പിൻപറ്റി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രംഗത്തെത്തിയിരിക്കുന്നു. മെയ്ഡ് ഇൻ സൗദി പദ്ധതിയുമായാണ് സൗദി ഭരണകൂടം രംഗത്തെത്തിയിട്ടുള്ളത്. രാജ്യത്തെ വ്യാവസായിക ശക്തിയായി ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി. 2021 ആദ്യ പാദത്തിൽ തന്നെ മെയ്ഡ് ഇൻ സൗദി പദ്ധതിക്ക് തുടക്കമാവുമെന്ന് സൗദി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുകയുണ്ടായി. എണ്ണ വ്യാപാരത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന സൗദി സമ്പദ് വ്യവസ്ഥയെ എല്ലാ മേഖലയിലും എത്തിക്കുന്നതിനായി സൗദി കിരീടാവകാശി നടപ്പിലാക്കി വരുന്ന മിഷൻ 2030 ഭാഗമായാണ് മെയ്ഡ് ഇൻ സൗദി പദ്ധതിയും എത്തുന്നത്. അങ്ങനെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും മെയ്ഡ് ഇൻ സൗദി എന്ന ബ്രാൻഡ് നാമത്തിൽ ആഗോള വിപണിയിൽ എത്തിക്കുന്നതിലൂടെ സൗദി വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഇതുവഴി രാജ്യത്തെ ആഗോള വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി സെക്രട്ടറി ജനറൽ സാലിഹ് അൽ സുലാമി വ്യക്തമാക്കുകയും ചെയ്തു. നല്ല ഗുണനിലവാരം പുലർത്തുന്ന പ്രാദേശിക കമ്പനികൾക്ക് പദ്ധതിയിൽ അംഗത്വം നൽകുന്നതാണ്. ഇതിന് താൽപര്യമുള്ള കമ്പനികളെ സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. അംഗങ്ങളാകുന്ന സ്ഥാപനങ്ങൾക്ക് മികച്ച സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തും. മാത്രമല്ല, ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകുന്നതിനും മികച്ച വിപണി കണ്ടെത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്യും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ സംയുക്തമായാണ് മെയ്ഡ് ഇൻ സൗദി പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ സൗദി ലോഗോ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൂടെ ആഗോള വിപണിയിൽ മികച്ച പേര് നേടിയെടുക്കാനാണ് പദ്ധതി ഇടുന്നത്. മികച്ച ഗുണനിലവാരവും മത്സരക്ഷമതയും പരിഗണിച്ച് മാത്രമേ ലോഗോ ഉപയോഗിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ആഗോള വിപണിയിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഊന്നൽ നൽകാനാണ് ഇത്തരത്തിൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. നിലവിൽ എണ്ണയാണ് സൗദി സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്നത്. അടുത്ത 10 വർഷം കൊണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാണ് കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിഷൻ 2030 പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതിയുടെ 50% എണ്ണയിതര ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് മെയ്ഡ് ഇൻ സൗദി ബ്രാൻഡിന് രൂപം നൽകാനുള്ള അധികൃതരുടെ തീരുമാനം. അതിനിടെ മെയ്ഡ് ഇൻ സൗദി പദ്ധതിയുടെ ലോഗോ ഡിസൈൻ ചെയ്യുന്നതിനുള്ള വിദഗ്ധ ക്യാമ്പിന് ജിദ്ദയിൽ തുടക്കമായി. 400 അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 9 ഡിസൈനർമാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.